ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന കെപിസിസി നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച നേതാക്കൾ തൃശൂരിൽ ഡിസിസി പ്രസിഡന്റും ടി.എൻ. പ്രതാപനും കാര്യമായി പ്രവർത്തിച്ചില്ലെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു. ജില്ലയിലെ ചില പ്രമുഖ നേതാക്കളുടെ അനുയായികൾ പ്രവർത്തനത്തിൽ നിരുത്സാഹനം കാട്ടിയെന്നാണ് എം.കെ. രാഘവന്റെ പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിനു ശേഷം ആദ്യം ചേർന്ന കെപിസിസി നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കെടുകാര്യസ്ഥത ഉണ്ടായെന്നും തൃശൂരിലെ നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നുമായിരുന്നു ടി.എം. പ്രതാപന്റെയും ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെയും പേരെടുത്തു പറഞ്ഞ കെ മുരളീധരന്റെ വിമർശനം. ജില്ലയിലെ ഒരു പ്രമുഖ നേതാവിന്റെ അനുയായികൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിസ്സഹകരണം കാട്ടിയെന്നും നിസ്സഹകരണം കാട്ടിയ നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നുമായിരുന്നു എം.കെ. രാഘവന്റെ ആവശ്യം. എന്നാൽ യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട നേതാക്കൾ ഇത് നിഷേധിച്ചു. ഞാൻ പരാമർശിക്കാത്ത കാര്യങ്ങൾ ഇവിടെ പുറത്തു വന്നു. അത് ആരാണ് നിങ്ങൾക്ക് ചോർത്തി തന്നതെന്ന് അറിയില്ല. അത് ചോർത്തി തന്നത് ആരാണെങ്കിലും സംഭവം ഇതിൻ്റെ അകത്തില്ലാത്തവരാണ്. കാരണം തൃശ്ശൂര് തുടക്കം മുതൽ ഇലക്ഷൻ കഴിയുന്നവരെ പാർട്ടി മുന്നണി ഒറ്റക്കെട്ടായിരുന്നു. സ്ഥാനം ഒഴിയാൻ തയ്യാറായ ടി.എൻ. പ്രതാപനും ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരൊക്കെ ഉൾപ്പെടെ UDFന്റെ മുഴുവൻ ഘടകങ്ങളും ഒത്തൊരുമിച്ച് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് പുറത്തു വന്നൊരു തെറ്റായ വാർത്ത. കാരണം വിജയം പ്രതീക്ഷിച്ച് നിൽക്കുന്ന പ്രവർത്തകരിൽ ഒരു നിരാശ ഉണ്ടാക്കുന്ന രീതിയിൽ ചില വാർത്തകൾ ഇവിടുന്ന് പുറത്തു വന്നു. അത് സംഭവിക്കാത്ത കാര്യമാണ്. UDF ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഇലക്ഷനെ ഞങ്ങൾ നേരിട്ടത്. 100% ഞങ്ങൾ ജയിക്കും. തെരഞ്ഞെടുപ്പ് ഞാനായിരുന്നു. കെപിസിസി ചുമതല തന്നത് എനിക്കാണ്. അവിടെ കോഴിക്കോട് എല്ലാവരും ഒറ്റക്കെട്ടായി. ഇവിടെ വിലയിരുത്തുന്നതാണ്. മറ്റെല്ലാ ജില്ലകളിലും വ്യത്യസ്തമായി ഒറ്റക്കെട്ടായി വലിയ രീതിയിൽ തുടക്കം മുതൽ അവസാനം വരെ വളരെ അവധാനത്തോട് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച ഒരു സ്ഥലമാണ്. അവിടെ ഏതെങ്കിലും നേതാവ് ഇപ്പോൾ കെപിസിസി വർക്കിംഗ് പ്രസിഡന്റിന് എതിരായി വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തെറ്റായ വാർത്തയാണ്. വടകരയിൽ ഷാഫിക്കെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണത്തിൽ ഈ മാസം 11-ന് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനും തെരഞ്ഞെടുപ്പിലുണ്ടായ അട്ടിമറികൾ പരിശോധിക്കാൻ ബൂത്ത് പ്രസിഡന്റുമാരുടെയും BLOമാരുടെയും യോഗം ചേരാനും നേതൃയോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.